ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു വൺ ഡേ ട്രിപ്പ് അട്ടപ്പാടി വ്ളോഗായിട്ടാണ്. എൻ്റെ ഉമ്മാൻ്റെ കോളേജിൽ നിന്നുണ്ടായ ഒരു ട്രിപ്പാണിത്. അങ്ങനെ ഞങ്ങൾ രാവിലെ 4:30 തന്നെ ഇവിടെ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബസ് എന്ന് പറയുന്നത്. അങ്ങനെ ബസ് എടുത്തു. അപ്പോത്തിന് ഇവിടെ ലൈറ്റും പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കളിയായി. അപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് സൈഡാക്കി നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല. സുബഹി നിസ്കരിക്കാനായിട്ട് 6:30. അപ്പോൾ ഞാൻ സുബഹിയൊക്കെ 6:30 6 മണിക്ക് അവിടെ നിർത്തിയിരുന്നു കേട്ടോ. സുബഹി കളാറിൻ്റെ മുന്നേ തന്നെ അങ്ങനെ സുബഹിയൊക്കെ നിസ്കരിച്ചു. പിന്നെ വീണ്ടും നമ്മളെ യാത്ര തുടരുന്നു. നമ്മൾ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ എടുത്തു. എല്ലാതും നല്ല ബ്യൂട്ടിഫുള്ളിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തിനാ ഒന്നായിട്ട് എടുക്കണേ? കുറച്ച് അങ്ങനെ എടുത്താൽ പോരെ? നമുക്ക് അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് സ്ഥലം അങ്ങനെ എടുത്താൽ പോരെ? ഒന്നായിട്ട് എടുത്ത് ഞങ്ങൾ ബോറടിപ്പിക്കണ വെറുതെ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് രസമുള്ള കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാടുകളും മരങ്ങളും എല്ലാതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കോട ഉണ്ടായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ സൂര്യനൊക്കെ അതങ്ങനെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ക്ലൈമറ്റും. ചെറുതായി വെയിലൊക്കെ അങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പർവ്വതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി രാത്രി തന്നെ എത്തും കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയ 1:30 ആയപ്പോഴായിരുന്നു കേട്ടോ. 1:20 ആയപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ കാടുകളും മരങ്ങളും എല്ലാതും കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാതും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു സ്ഥലത്ത് സൈഡാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളിയായിട്ടുള്ള പൊറാട്ടയും നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുകയാണത്. ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ കോളേജിലത്തെ കുട്ടികളാണ് കേട്ടോ. ടൂർ വന്ന കുട്ടികളാണ് ഇതൊക്കെ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഓലതാ റോഡ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഓരോ ഫോട്ടോയും ഞങ്ങളെ ചായയും കടയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അവിടെ സൈലൻറ്റ് വാലിയിലോട്ട് പോവുകയാണ്. സൈലൻറ്റ് വാലിയിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യണം, ഇവിടുന്ന് ജീപ്പിൽ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ചെറിയ ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് പോവുകയാണ്. അങ്ങനെ സൈലൻറ്റ് വാലിയിൽ എത്തിയിട്ടില്ല. അവിടേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണ്. നമ്മളെ ജീപ്പ് ബസ്സൊക്കെ ഉള്ളിടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ഓപ്ഷൻ ഉണ്ട്, ജീപ്പ് ബസ്സും. കുറേ ആൾക്കാർ ജീപ്പിലാണ് കയറിയിട്ടുള്ള. രണ്ടിലും സെയിം തന്നെ ഉണ്ട്. ഒരു ജീപ്പിൽ 6 ആൾക്കാർ, അങ്ങനെ 6 12 അല്ലേ. അപ്പോൾ അങ്ങനെ 2 ജീപ്പിലും കൂടി ആയിട്ട് 12 ആയിട്ടോ.
എനിക്ക് ജീപ്പിൽ കയറാനായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ ജീപ്പിൽ ആളുകൾ നിറഞ്ഞിരുന്നു. ഒരു ജീപ്പിൽ 6 ആൾക്കാരെ പറ്റുള്ളൂ, 8 ആൾക്കാർ പറ്റില്ല. അതുകൊണ്ട് ഞാനും ഉമ്മയും പോയി ബസ്സിൽ കയറി. ബസ്സിൽ പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ, ബസ്സിൽ കുറച്ച് ആൾക്കാരുള്ളായിരുന്നു. അപ്പം ഞാനും ഉമ്മയും കയറി. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ. ഞങ്ങളെന്തായാലും അവിടെ അങ്ങനെ നിന്നിട്ടുണ്ട് കുറച്ച് നേരം. അങ്ങനെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിന്മേലൊക്കെ കയറി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ, തേനൊക്കെ ഉള്ളൊരു കട. തേനും പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ ഉള്ള കട. പിന്നെ ഇത് പറയുന്നത് ഈ ഒരാൾക്ക് ഡ്രൈവർമാരെ അമ്മക്ക് പരിചയമുണ്ട് കേട്ടോ. ഇന്നാളും ടൂർ വന്നപ്പോൾ ഇവർ തന്നെ ആയിരുന്നു കേട്ടോ. ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവർ തന്നെയാണ് ഡ്രൈവർ. അപ്പോൾ ഓലൊക്കെ പരിചയമുണ്ട്. അവരോട് ഹായ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ഓല് ജീപ്പിലും കയറി. എന്നിട്ട് ഞങ്ങൾ ഈ ബസ്സിലെ യാത്ര തുടരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നേരെ പോകാൻ പോകുന്നത് അവിടെ കണ്ടിട്ട് നമ്മൾ മുന്നിലുള്ള ഈ ജീപ്പില്ലേ, ഇതെന്താണ്, ജീപ്പാണോ കാറാണോ? ഇത് കാറാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ ബാക്കിൽ ജീപ്പ് ഉണ്ടാവും. ഇത് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ചോറ്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കണ്ടക്ടറിൻ്റെ പോലെ ഒരു സംഭവം, കണ്ടക്ടറിൻ്റെ പോലെ ഒരാളുണ്ട് കേട്ടോ അവിടെ. ബസ്സിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അയാളിങ്ങനെ നമുക്ക് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ പറയുക, അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് തരും കേട്ടോ. അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരും നമുക്ക്. അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കി തരും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ട്രിപ്പ് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിത് ഒറ്റ മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞു തരികയാണ് നമുക്ക് ആദിവാസികളെ കുറിച്ചും അങ്ങനെ പറഞ്ഞു തരികയാണ്. നമ്മളിത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ആക്കിയാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ഇത് പോകാൻ പോണത് ഗോഞ്ചിയൂർക്ക്, അട്ടപ്പാടിക്കാണ് നമ്മൾ പോകാൻ പോണത്. ഗോഞ്ചിയൂർ, സൈലൻറ്റ് വാലിക്ക് നമ്മളിപ്പോൾ പോണത്. സൈലൻറ്റ് വാലി, ഗോഞ്ചിയൂർ, പിന്നെ നമ്മളെ വിൻഡ് ഫാം, അവിടേക്കൊക്കെ നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 സ്ഥലത്തൊക്കെ നമ്മൾ പോകാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ 3 പാർട്ടായിട്ട് ഇടാമെന്ന് കരുതി കേട്ടോ. 3ാമത്തെ പാർട്ടായിരിക്കും അവസാനിക്കുക. ഇത് 1ാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ പോയി ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓലെ കണ്ടിട്ടുണ്ട്. ഓലോട് ഒരു ഹായ് എന്നൊക്കെ പറയുന്ന പോലെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇയാൾ ഇവിടെ തന്നെ നമുക്ക് വിശദീകരിച്ച് തരികയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് 200 വർഷം പഴക്കമുണ്ട്. ആ 200 വർഷം പഴക്കമുണ്ട്. ഇതിന് കണ്ടാൽ തന്നെ അറിയട്ടോ. കണ്ടോ എന്തോരം നീളമാണ് ഇത്. കണ്ടാൽ തന്നെ ഇത് കാണുക കേട്ടോ. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് നീളമൊക്കെ കണ്ടോ. ഇല്ല നീളമുണ്ട് കേട്ടോ അത്. അങ്ങനെ അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളിൻ്റെ പേരും ഞാൻ മറന്നു ഗൈസ്. നല്ല ശുദ്ധമായ, നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള വെള്ളമാണത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിന്. എനിക്കാണെങ്കിൽ പൊതുവെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ കളിച്ചില്ല. കാരണം നമ്മൾ ഈ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഡ്രസ്സൊന്നും നമുക്ക് കൊണ്ടിട്ടില്ല. വൺ ഡേ ട്രിപ്പായതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാം അതിന് തെന്നി മാറി കാലും കൈയൊക്കെ നല്ലോണം കഴുകി കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കുടിച്ചും ചെയ്തു. നല്ല മധുരമല്ല, ചെറിയ മധുരമുള്ള നല്ല ടേസ്റ്റുള്ള വെള്ളമായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ അവിടെ എത്തി ബസ്സിൽ പോകുന്നതിന്. അപ്പോൾ ഇത് പറയുന്നത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ വലിയൊരു സംഭവം, അതിന് മുകൾക്കെത്തണം കേട്ടോ. ഇവിടുത്തെ ഫുൾ വ്യൂ കാണണമെങ്കിൽ അതിൻ്റെ മുകൾക്കെത്തണം കേട്ടോ. അതിൻ്റെ മുകൾക്കെത്തിയാൽ നമുക്ക് ഈ ഫുൾ വ്യൂ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് അതിൻ്റെ മുകൾക്ക് കയറാനായിട്ട്. ഉയരം പേടിയുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഉയരം പേടിയില്ലാത്തവരാണെങ്കിൽ ചെറുതായി എന്ന് തലക്കൊക്കെ സോറി ആ സ്റ്റെപ്പും ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെറുതായി ഒന്ന് തല ഇറങ്ങുന്നുണ്ടോ, ചെറുതായി തല ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടില്ല, നമ്മൾ മുകളിലെത്താനായിട്ടില്ല, കുറച്ചെത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചല്ല കേട്ടോ, നമ്മൾ ഇനി ഒരു നിലയും കൂടി കയറി നല്ല മുകളിലെത്തി. അങ്ങനെ ആയിട്ടുണ്ട്. അതാണ്ട് ഈ ഒരു സ്റ്റെപ്പ് കൂടി കയറി നമ്മൾ നല്ല മുകളിലെത്തി. അപ്പോൾ ഇത് നല്ല മുകളിലാണോ എനിക്കറിയില്ല കേട്ടോ, അത് പകുതി എനിക്കറിയില്ല, നമുക്ക് നോക്കണം കേട്ടോ. നല്ല മുകളിലാവുമ്പോൾ ഇങ്ങനെയാവില്ലല്ലോ വ്യൂ. ഓക്കെ, പർവ്വതങ്ങളും സംഭവങ്ങളൊക്കെ ഇതാക്കിയതിന് ശേഷം നല്ല രസമല്ലേ. സോറി, ആ നിലയ്ക്ക് പോകണം കേട്ടോ നമ്മൾ ഏറ്റവും വ്യൂ കാണണമെങ്കിൽ, നല്ല വ്യൂ കാണണമെങ്കിൽ. പർവ്വതങ്ങളും ആകാശങ്ങളൊക്കെ ഒരുമിച്ചെടുക്കുന്ന കാണാൻ എന്ത് ഭംഗിയാ. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. കണ്ട അവിടെ ഒരു എന്തൊരു കുന്തിപ്പുഴേനെ തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു ഊഹം വെച്ച് പറയാനാണെങ്കിൽ നേരത്തെ നമ്മൾ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ, ചെറിയൊരു വെള്ളച്ചാട്ടം, അതോ ഇല്ലെങ്കിൽ ഇപ്പം കാണിച്ച പുഴയാണോ കുന്തിപ്പുഴ എന്ന് തോന്നുന്നു. ഏതാണ് അറിയില്ല കേട്ടോ. കുന്തിപ്പുഴ പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. റോക്കറ്റ് പോയ അടയാളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആകാശത്ത്. പിന്നെ വെയിലൊക്കെ ചെറുതായി ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ തണുപ്പ് അങ്ങോട്ട് വിട്ടിട്ടില്ല കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു, തണുത്ത കാറ്റ് കേട്ടോ. ഇവിടേക്ക് കയറണം ഗൈസ്, നമുക്ക് ശരിക്കും ഒറിജിനാലിറ്റി വ്യൂ കാണണമെങ്കിൽ ഇവിടേക്കാണ് കയറണം. പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. കണ്ടോ താഴത്തൊക്കെ നോക്കിയാൽ അത് ഞാൻ സൂം ചെയ്തിട്ടാണ് കേട്ടോ. സൂം ചെയ്തിട്ടും കണ്ടില്ല, പകുതി എത്തിയിട്ടുള്ളൂ. അത്രയ്ക്ക് ഉയരം ഉണ്ടായി. അപ്പോൾ ഞാനും ഉമ്മി അവിടെ അങ്ങനെ നിന്ന് അവിടെ അങ്ങനെ നിന്ന് കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തല കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ നിറയെ കാടുകളും മരങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഈ ഒരു സംഭവമല്ല, വ്യൂ അങ്ങനെ പറയണ നമ്മൾ. എൻ്റെ ഒരു ഫീലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും മുകൾക്ക് എത്തുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നത് ഇതിങ്ങനെ ആടുണ്ട് അങ്ങനെയായിരുന്നു തോന്നിയിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്.
നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, താഴത്തേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റോക്കറ്റ് പോയാലേ വാങ്ങണ്ട. അപ്പോൾ ബുദ്ധിമുട്ടില്ല കേട്ടോ, കുറച്ച് സമയമുണ്ട്, അങ്ങനത്തെ ഇഷ്ടം പറഞ്ഞാണ്. അപ്പോൾ ഇതാ ഇനി ഈ ഒരു ജോഡിയും പിന്നെ താഴത്തെ ഒരു ജോഡി സ്റ്റെപ്പും കൂടി ഇറങ്ങിയാൽ നമ്മുടെ വ്യൂ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെന്തോ കുറച്ച് സ്പീഡായ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയ വ്യൂ പോയിന്റ്. അല്ല, നാളെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഇവനിത് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ എന്താ മുകൾക്ക് പോവാണ്. അങ്ങനെ പോയപ്പോൾ അവിടെ സൈഡിലൊക്കെ ആയിട്ട് പുഷ്ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ആട്ടി നിന്നു, പക്ഷെ പോലില്ല, എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്താല്ലേ ഇന്നത്തെ കാലഘട്ടത്തെ പൂച്ചകളൊക്കെ ഒരു കഥ. പിന്നെ അവിടെ ചുറ്റും ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ട്രാൻസാക്ഷൻ കണ്ടാൻ നോക്കിയത്, പക്ഷേ കൊള്ളായോ ഇല്ലേന്ന് നിങ്ങളൊന്ന് പറയണം ഗൈസ്. അങ്ങനെ ഇവിടെ ഒരു ചെറിയ താമരക്കുളം ഉണ്ടായിരുന്നു ഗൈസ്. അതിൽ മൊത്തം താമരയായിരുന്നു ഗൈസ്. അങ്ങനെ തന്നെ ഞാനും ഇങ്ങനെ നടന്ന് പുഷ്ചെടിമീനൊക്കെ അങ്ങനെ പിടിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എന്തോ ഒരു ഗസ്റ്റിനെ എന്തോ ഒരു വേറെ ഏതൊരു എന്താ അങ്ങനെ വരുന്ന എന്തോ ഒരു പേരുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഇതിൻ്റെ പേരല്ല, ഇത്തരം മനുഷ്യന്മാർക്ക് പറയുന്ന പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പേരുണ്ടായിരുന്നു. എന്തായാലും ഓർക്കൊരു ഷീക്കാൻ്റൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പോന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്ത് പഴയ കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കോയിൻസും പിന്നെ പഴയ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. സൈലൻറ്റ് വാലിയിലത്തെ ഈ ഒരു മ്യൂസിയമാണ്, കുഞ്ഞു മ്യൂസിയമാണ്. ഈ ഒരു കുരങ്ങനെ കണ്ടോ? എന്താ ഇതിൻ്റെ പേര്? എന്തോ ഒരു പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഈ ഒരു കുരങ്ങനെ നമ്മൾ സൈലൻറ്റ് വാലിയിലോട്ട് ബസ്സിൽ പോന്നപ്പോൾ ഒരു കാണിച്ചു തന്നിരുന്നു കേട്ടോ നമുക്ക്. ഞാൻ കണ്ടും ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് കുരങ്ങൻ്റെ പേര് പറയുക മനസ്സിലാവണില്ലേ. ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടി ഗൈസ്. ഇതിൻ്റെ പേര് സിംഹവാലൻ കുരങ്ങൻ എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇതേപോലെ കുറേ സ്പെൻഡ് ചെയ്തു ഇവിടെ സമയം. ഇതേപോലെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഒരു മെനു ബോർഡിൻ്റെ പോലെ, പക്ഷേ ആക്ച്വലി ഇത് മെനു ബോർഡിനല്ല ഗൈസ്, ഞാൻ വെറുതെ ഒരു ഊഹത്തിന് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇതേപോലെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതിനൊക്കെ പേരുണ്ട്, ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈലൻറ്റ് വാലി എന്ന് പറയുന്ന പാർട്ട് 1 ആണ് കേട്ടോ. ഇനി അടുത്തത് ഗോഞ്ചിയൂറിൻ്റെ ആയിരിക്കും വരുന്നത്, പാർട്ട് 2. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വിൻഡ് ഫാം ആയിരിക്കും, അത് പാർട്ട് 3. അതോടെ നമ്മുടെ അട്ടപ്പാടി ടൂർ അവസാനിച്ചിരിക്കുന്നു, വ്ളോഗ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇതവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്താണ്. പിന്നെ ഞങ്ങൾ സൈലൻറ്റ് വാലി നമ്മളെ ജീപ്പ് കയറിയ സംഭവത്തിന് പോയപ്പോണ്ട് അവിടെ ഒരു അവിടെ ഒരു കൊയ്യൊക്കെ കുത്തണം കേട്ടോ. കൊയ് മാന്താണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പാർട്ട് 2 കാണാം. ബൈ ബൈ.